കൊച്ചി തമ്മനത്ത് കുടിവെള്ള സംഭരണി തകർന്നതിനെ തുടർന്ന് നിർത്തിവെച്ച പമ്പിംഗ് പുനരാരംഭിച്ചു. നിലവിലുള്ള 2 അറകളിൽ ഒന്നിൻ്റെ കേടുപാടുകൾ ഇല്ലെന്ന് ഉറപ്പിച്ചതിനെ തുടർന്നാണ് പമ്പിംഗ് തുടങ്ങിയത്. പമ്പിംഗ് രീതിയിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. തമ്മനത്തെ വാട്ടർ അതോറിറ്റിയുടെ 1.35 കോടി ലിറ്റർ സംഭരണശേഷിയുള്ള ടാങ്കിൻ്റെ 2 അറകളിൽ ഒന്നാണ് തിങ്കളാഴ്ച പുലർച്ചെ തകർന്നത്. ഇതോടെ പമ്പിംഗ് പൂർണ്ണമായി നിർത്തിവെച്ചിരുന്നു. കഴിഞ്ഞ ദിവസം വാട്ടർ അതോറിറ്റി ജോയിന്റ് MD ഡോക്ടർ ബിനു ഫ്രാൻസിസ് സ്ഥലം സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തിയിരുന്നു. 2 അറകളിൽ ഒന്നിന് കേടുപാടുകളില്ല എന്ന് സാങ്കേതിക വിദഗ്ധരുമായി ചേർന്ന് നടത്തിയ പരിശോധനയിൽ വ്യക്തമായിരുന്നു. ഇതേ തുടർന്നാണ് പമ്പിംഗ് പുനരാരംഭിച്ചത്. പമ്പിംഗ് നടക്കുമ്പോൾ 2 അറകൾക്കിടയിലുള്ള ഭിത്തിക്ക് ക്ഷതമേൽക്കാതിരിക്കാൻ മണൽ ചാക്കുകൾ പാകി ബലപ്പെടുത്തിയിട്ടുണ്ട്. ദിവസേന 2 തവണയായി 7 മണിക്കൂറാണ് പമ്പിംഗ് നടന്നിരുന്നത്. ഇത് 3 തവണയായി 7 മണിക്കൂർ എന്ന നിലയിൽ ക്രമീകരിച്ചു. അതേസമയം തകർന്ന ഭാഗം പൂർണ്ണമായും വൃത്തിയാക്കി മണ്ണ് പരിശോധിച്ച് ബലപ്പെടുത്തി പുനർനിർമ്മിക്കാനാണ് തീരുമാനം. പമ്പിംഗ് പുനരാരംഭിച്ചെങ്കിലും പച്ചാളം, വടുതല, SRM റോഡ്, ചേരാനല്ലൂർ പഞ്ചായത്തിലെ ചില ഭാഗങ്ങൾ, ബാനർജി റോഡ്, പൊന്നുരുന്നി എന്നിവിടങ്ങളിലെ വിതരണ ശൃംഖലയിലെ അവസാന ഭാഗം എത്തുമ്പോഴേക്കും തടസ്സം നേരിടാൻ സാധ്യതയുണ്ടെന്ന് വിലയിരുത്തിയിരുന്നു. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ നേരിടുന്ന പ്രദേശങ്ങളിൽ ടാങ്കറിൽ കുടിവെള്ളം എത്തിക്കാനും വാട്ടർ അതോറിറ്റി തീരുമാനിച്ചിട്ടുണ്ട്. അതേസമയം കുടിവെള്ള സംഭരണി തകർന്ന് വെള്ളം കയറിയ കുത്താപ്പാടി കുടുംബാരോഗ്യ കേന്ദ്രം പൂർണ്ണമായും ശുചീകരിച്ച ശേഷം മാത്രമേ തുറന്നു പ്രവർത്തിക്കൂ എന്ന് അധികൃതർ അറിയിച്ചു. കൈരളി ന്യൂസ്, കൊച്ചി.